നമുക്ക് പി വി അൻവറിനോടുള്ള എനിക്ക് വ്യക്തിപരമായി മുന്നണിയുടെ കാര്യമൊന്നുമല്ല ഞാൻ പറയുന്നത്, പി വി അൻവറിനോടുള്ള വ്യക്തിപരമായ ഏക യോജിപ്പ് പിണറായി സത്തിനെതിരെ സംസാരിക്കുന്നു എന്നുള്ളതാണ്. ആ പിണറായി സത്തിനെതിരായി സംസാരിക്കുന്നയാളോട് നിങ്ങൾ അതിവൈകാരികമായിട്ടല്ല കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് എന്നതല്ലാതെ ഒരു വാക്യം പറഞ്ഞിട്ടില്ല. മത്സരിക്കാൻ സന്നദ്ധത അറിയിക്കുകയും നേരത്തെ തയ്യാറെടുപ്പ് നടത്തി. അല്ല, അനുരഞ്ജനത്തിന് പോയാലല്ലേ അതിന്റെ സാധ്യതയില്ലായ്മയുടെ പ്രശ്നമുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവർ മത്സരിക്കണമെന്നോ മത്സരിക്കണ്ട എന്നോ, പി വി അൻവർ യു ഡി എഫിലേക്ക് വരണമെന്നോ വരണ്ട എന്നോ എന്നുള്ളതല്ല എൻ്റെ പോയിന്റ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ. പിണറായി സത്തിനെതിരായി സംസാരിക്കുന്ന ഒരാൾ, അതിൻ്റെ തിക്ത ഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ ആ ലൈനിനകത്ത് മാറ്റമുണ്ടാകുന്നത് അതിവൈകാരികമാണ് എന്ന് അദ്ദേഹത്തോട് പറയണമെന്ന് തോന്നി പറഞ്ഞു. അത് പറയാനുള്ള അത് അദ്ദേഹമാണല്ലോ പറയേണ്ടത്. ഈ കൂടിക്കാഴ്ചയുടെ ഗുണഭോക്താവ് നമ്മൾ പിന്നെയും ഇന്നത്തെ ഇപ്പോൾ പത്രസമ്മേളനത്തിൽ പോലും പറയപ്പെടുന്നത് എന്താ, ചർച്ച ചെയ്യപ്പെടുന്നത് എന്താണ്? പിണറായിസമാണ് ചർച്ച ചെയ്യപ്പെടുന്നത് അല്ലേ? പി വി അൻവർ സംസാരിക്കുമ്പോഴും ഞാൻ സംസാരിക്കുമ്പോഴും വേറൊരാൾ സംസാരിക്കുമ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പിണറായിസാണ്. അല്ല പറയട്ടെ, ആ പിണറായിസാണ്. അല്ല, അതിനോടെല്ലാം വിയോജിപ്പാണെന്ന് പറഞ്ഞല്ലോ. അതിനോട് എങ്ങനെയാണ് യോജിക്കാൻ കഴിയുക? മാത്രമല്ല, അദ്ദേഹം തന്നെ അതിൽ റിഗ്രറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. വി ഡി സതീശൻ പറയട്ടെ, വി ഡി സതീശനെതിരായിട്ട് ഉന്നയിച്ച മുൻകാലങ്ങളിൽ ഉന്നയിച്ച ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ അദ്ദേഹം തന്നെ റിഗ്രറ്റ്ഫുൾ. അല്ല അല്ല അതിനകത്തൊന്നും യോജിപ്പില്ലല്ലോ. അതിനകത്ത് എന്താ യോജിപ്പ്? അല്ല, അതെങ്ങനെയാ തകർക്കുന്നത്? ഞാൻ പറഞ്ഞല്ലോ, എന്നോട് മുന്നണി നേതൃത്വം ആവശ്യപ്പെട്ടിട്ട് നടത്തിയ ഒരു ചർച്ചയോ അനുരഞ്ജനമോ ഒന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരാള്, അതായത് ഈ പിണറായിസത്തിനെതിരായിട്ടൊരു കോസിൽ നമ്മൾ പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ആരോടൊക്കെ ഒപ്പം നിന്നിട്ടുണ്ട്. വർഗീയമായി ചിന്തിക്കുന്ന ശ്രീ പി വി അൻവർ നാളെ ഏതെങ്കിലും ഒരു വർഗീയ കക്ഷിയോട് കൂട്ടുചേർന്നാൽ, വർഗീയത പറഞ്ഞു തുടങ്ങിയാൽ അപ്പം നമ്മൾ അവസാനിപ്പിക്കും. ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം ആശാ സമരത്തെ പിന്തുണച്ചത് ആശാ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളെല്ലാം എല്ലാ കാലവും നമുക്ക് അനുകൂലമായി സംസാരിച്ചതുകൊണ്ടാണോ? അല്ല. ആശാ സമരത്തിന് വേണ്ടിയിട്ട് സമരം ചെയ്ത ആ സമരത്തെ പോലും അവർ തള്ളി പറഞ്ഞു. ഞാനൊന്ന് പറയട്ടെ. ആ സമരത്തെ പോലും അവർ തള്ളി പറഞ്ഞിട്ട് അവരെ പിന്തുണയ്ക്കുന്നു, ഇപ്പോഴും പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു. പിണറായിസത്തിനെതിരായിട്ട് വർഗീയത പറയാതെ ആര് സംസാരിച്ചാലും അതിൻ്റെ ഒരു തിക്തഫലങ്ങൾ അനുഭവിച്ച ഒരാളെന്ന നിലയിൽ അവരോട് സംസാരിക്കണം, അവരെ ട്രാക്കിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ശ്രമം നടത്തും. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് വാതിൽ തുറക്കുന്നത് വാതിലുമായി ബന്ധപ്പെട്ടല്ല, യു ഡി എഫിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ പി വി അൻവർ പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ടല്ലോ, ഞാൻ സണ്ണിച്ചേട്ടൻ പറഞ്ഞു, വി ഡി സതീശൻ പറഞ്ഞു, ഇനി ചർച്ചയില്ല, അദ്ദേഹം പറയട്ടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥിയെ നിരുപാധികം പിന്തുണക്കുമെന്ന്. അതിനുശേഷം രാഹുൽ പോകുമ്പോൾ അതിന്റെ ഗുണം അൻവറിന് കിട്ടുകയല്ലേ? അത് ഇതിനകത്ത് ഗുണത്തിന്റെയും ദോഷത്തിന്റെയും മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്നെ ഒരു ഉത്തരവാദിത്തം ഏൽപ്പിച്ചാൽ, ശ്രീ പി വി അൻവറിനോട് കാണുമ്പോഴും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞല്ലോ, എന്നെ ഒരാളും പറഞ്ഞിട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ വന്ന ഒരാളല്ല ഞാൻ പറഞ്ഞല്ലോ, രണ്ടുപേർ തമ്മിലൊരു സംഭാഷണത്തെ പറ്റി പുറത്ത് പറയുന്നത്, ഒന്നിച്ചല്ലാതെ പുറത്ത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് വിശദാംശങ്ങളിലേക്ക് പോകാത്തത്. അപ്പം അത്തരത്തിലുള്ളൊരു കാര്യമല്ല സംസാരിച്ചത്. അദ്ദേഹത്തിൻ്റെ ട്രാക്ക് തെറ്റാണ്, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പോകുന്ന ട്രാക്ക് തെറ്റാണ് എന്നെനിക്കൊരു തോന്നലുണ്ടായി. അദ്ദേഹം പിണറായിസത്തിനെതിരായി സംസാരിക്കുന്ന ഒരാളെന്ന നിലയിൽ അദ്ദേഹം എടുക്കേണ്ടുന്ന നിലപാടല്ല ഇപ്പോൾ എടുക്കുന്നതെന്ന് തോന്നി. അതുകൊണ്ട് വ്യക്തിപരമായി കണ്ടു. നേതൃത്വത്തിന്റെ പരാജയവും വിജയവുമൊന്നുമല്ല. നേതൃത്വം എങ്ങനെയാണ് പരാജയപ്പെടുക? നേതൃത്വത്തിന്റെ തീരുമാനമില്ലേ? നേതൃത്വം ഏത് വിഷയത്തിനകത്താണ് പരാജയപ്പെട്ടത്? ഞാൻ പറയട്ടെ, ശ്രീ പി വി അൻവർ ഒരു സ്ഥാനാർത്ഥി, പിന്നെ ഇന്നയാള് സ്ഥാനാർത്ഥിയാണെങ്കിൽ പിന്തുണയ്ക്കില്ല എന്ന് പറഞ്ഞു. നേതൃത്വം പി വി അൻവർ പറഞ്ഞ ആളെയാണോ സ്ഥാനാർത്ഥിയാക്കിയത്? നേതൃത്വത്തിന് തീരുമാനമുണ്ട്. ആ തീരുമാനവുമായിട്ട് തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ തീരുമാനം തെറ്റാകുമ്പോൾ അദ്ദേഹത്തോട് പരിചയമുള്ള ഏത് കാലം തൊട്ട് അദ്ദേഹം പിണറായിസത്തിനെതിരെ സംസാരിച്ചതിന് ശേഷം പരിചയമുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പോക്ക് തെറ്റാണ് എന്ന് വ്യക്തിപരമായി പറയണം തോന്നി. പോക്ക് തെറ്റാണെന്ന് പറയുമ്പോൾ ആ ലൈനിലാണ്, പൊളിറ്റിക്കൽ ലൈനിലാണ്.